യെസ് മക്കളെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ബോഡിയുടെ പൊസിഷൻ മാറുമ്പോഴാണ്, ടൈം മാറുന്നതിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ബോഡി മോഷനിലാണെന്ന് പറയാം അല്ലെ. ഒരു ബോഡി എപ്പോഴാണ് നമ്മൾ മോഷനിലാണെന്ന് പറയാം? ഒരു ബോഡിയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട്, ടൈം മാറുന്നതനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോഡി മോഷനിലാണെന്ന് പറയാം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ അതിനുവേണ്ടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുന്നു മക്കളെ. ഇപ്പോ ഈ പോയിന്റ് അമല ആണെന്ന് വിചാരിക്കുക. അമല, നിങ്ങൾ കേട്ടോ, അമല മെഡിക്കൽ കോളേജൊക്കെ നിൽക്കുന്ന സ്ഥലം അമലയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോയിന്റ് തൃശ്ശൂരാന്ന് വിചാരിക്കുക, TC ആണ്, തൃശ്ശൂരാന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോയിന്റ് അമലയാണ്, മറ്റേ പോയിന്റ്, ഈ പോയിന്റ് എന്താണ് മക്കളെ? TC ആണ്, തൃശ്ശൂരാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചല്ലോ. യെസ്, ഈ അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പല വഴികളും പോസിബിൾ ആണ് അല്ലെ. പല വഴിയിൽ കൂടി നമുക്ക് അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് എത്താം. അമലയിൽ നിന്ന് നമ്മൾ നേരെ പോയി മുതുവറ പോയി പൂങ്കുന്നം കയറി നമുക്ക് എന്തിനെത്താം മക്കളെ? തൃശ്ശൂർക്ക് എത്താം, കൂടെ എത്താം. അതുപോലെ അമലയിൽ നിന്ന് നമുക്ക് കുറ്റൂര് വഴി കയറി വിയൂര് കയറി നമുക്ക് എന്തിനെത്താം മക്കളെ? തൃശ്ശൂർക്ക് എത്താം, കൂടെ. യെസ്, അമലയിൽ നിന്ന് നമ്മള് പുല്ലഴി വഴി അയ്യന്തോട് വഴി നമുക്ക് എന്തെത്താം? തൃശ്ശൂർക്ക് എത്താം. അങ്ങനെ അമലയിൽ നിന്ന് പല വഴികളും തൃശ്ശൂർക്ക് എന്താണ് മക്കളെ? പോസിബിൾ ആണല്ലോ. അപ്പോ ഞാൻ ഇവിടെ അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാൻ സാധിക്കുന്ന 3 വ്യത്യസ്ത വഴികളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഈ വഴികളെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് എന്നാണ് പറയാം, പാത്ത്. അപ്പൊ എത്ര പാത്തുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ? 3 പാത്തുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്ത് 1, 2, 3 അങ്ങനെ 3 വഴികൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എവിടുന്ന് എവിടേക്ക് പോകാൻ? അമലയിൽ നിന്ന് നമുക്ക് തൃശ്ശൂർക്ക് പോകാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ടിനെ, ഒരു കൂട്ടുകാരനെ ഞാൻ തൃശ്ശൂർക്ക് വിട്ടു. അപ്പൊ അവൻ സെലക്ട് ചെയ്ത് 1ാമത്തെ വഴിയാണ്. 1ാമത്തെ വഴി പോകാനാണ് അവനെ സെലക്ട് ചെയ്തത്. അപ്പൊ അവൻ എന്ത് ചെയ്തു മക്കളെ? അമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവൻ അമലയിൽ നിന്ന് എന്ത് ചെയ്തു മക്കളെ? സ്റ്റാർട്ട് ചെയ്തു. അമലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവൻ ഇങ്ങനെ ഫസ്റ്റ് വഴിയാണ് സെലക്ട് ചെയ്ത കേട്ടോ. 3 വഴികളുണ്ട്. ഫസ്റ്റ് വഴിയാണ് സെലക്ട് ചെയ്ത് അങ്ങനെ പോയി അവന്റെ ഇവിടേക്ക് എത്തി. ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഇപ്പൊ റെഡ് കളറിൽ കാണുന്ന അവന്റെ വഴി, അവൻ കവർ ചെയ്ത വഴി. അങ്ങനെ അവൻ ഇവിടേക്ക് എത്തിയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവനെ ഫോൺ വിളിച്ചു. ഒരു ഫോൺ വിളിച്ച് ഞാൻ സംസാരിക്കുകയാണ് അവനോട്. അപ്പൊ ഞാൻ അവനോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നീ എത്ര വഴി കവർ ചെയ്തു? ഇംഗ്ലീഷിലാണെങ്കിൽ നീ എത്ര പാത്ത് കവർ ചെയ്തു? അപ്പൊ ഞാൻ അവനോട്, എന്റെ കൂട്ടുകാരെ ഞാൻ എവിടേക്കാവട്ടെ മക്കളെ? തൃശ്ശൂർക്കാണ് വിട്ടത്. അപ്പൊ അമലയിൽ നിന്ന് ആ കൂട്ടുകാരെ ഇങ്ങനെ തൃശ്ശൂർക്ക് പോവാണ്. അവൻ ആ കൂട്ടുകാരെ സെലക്ട് ചെയ്ത വഴി പാത്ത് 1 അപ്പൊ പാത്ത് 1 അവൻ അങ്ങനെ പോകുന്നു. ഇറക്കാതെ നിൽക്കണം. അങ്ങനെ അവൻ ഇവിടെ എത്തിയപ്പോ ഞാൻ വിളിച്ചു ചോദിക്കുകയാണ് അവനോട്, നീ എത്ര വഴി കവർ ചെയ്തു? നീ എത്ര പാത്ത് കവർ ചെയ്തു എന്ന് ഞാൻ ചോദിക്കാം. അപ്പോ പാത്ത് എത്ര കവർ ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ? ഈ ദൂരമാണ് അവൻ പറയാം അല്ലെ. ഇത്രയും ദൂരമാണ് അവൻ കവർ ചെയ്ത വഴി. ശരിയാണോ മക്കളെ? അവൻ കവർ ചെയ്ത വഴി എന്ന് പറയുമ്പോൾ ദൂരമാണ്. ഇത്രയും ദൂരമാണ് അവൻ കവർ ചെയ്ത വഴി, ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പോ ആക്ച്വലി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കവർ ചെയ്ത വഴിനെ നമ്മൾ വിളിക്കാം മക്കളെ, ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എത്ര വഴി കവർ ചെയ്തു? കവർ ചെയ്യാൻ പറയുമ്പോൾ യാത്ര ചെയ്തു. അപ്പൊ എത്ര വഴി നിങ്ങൾ എന്ത് ചെയ്തു? കവർ ചെയ്തു. അതാണ് നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പോ എന്റെ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരൻ എത്ര വഴി കവർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ അവൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അവൻ കവർ ചെയ്ത വഴി. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സൈക്കിൾ എടുത്തിട്ട് നമ്മൾ കടയിലേക്ക് പോകുന്നു വിചാരിക്കാം, തൊട്ടപ്പുറത്ത് ഒരു കടയിലേക്ക് പോകുന്നു വിചാരിക്കാം. അപ്പൊ എത്ര ദൂരം നിങ്ങൾ സൈക്കിൾ ഓടി, അല്ലെങ്കിൽ എത്ര ദൂരം നിങ്ങൾ കവർ ചെയ്തു? എത്ര ദൂരം നമ്മൾ കവർ ചെയ്ത? കടയിലേക്കുള്ള വഴി അല്ലെ. അപ്പൊ കടയിലേക്കുള്ള വഴി എത്രയാണോ, ആ വഴി കവർ ചെയ്തത് എത്രയാണോ, അതാണ് നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ശരിയാണല്ലോ മക്കളെ? അപ്പൊ ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, ഒരു ബോഡി കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ബോഡി കവർ ചെയ്ത വഴിയാണ് ഡിസ്റ്റൻസ്. ആ ബോഡി കവർ ചെയ്ത വഴിയാണ് ഡിസ്റ്റൻസ്. ഇപ്പോ നമ്മള് ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ ഒക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ കാലം ഓടിക്കഴിഞ്ഞാൽ കാറിന്റെ ആ മീറ്ററിന്റെ അവിടെ നമ്മളിങ്ങനെ കിലോമീറ്റർ എഴുതി കാണിക്കും.
അല്ലെ? ഡിസ്റ്റൻസ് ഓറോമീറ്റർ എന്നാ പറയാ, നമ്മള് കിലോമീറ്റർ എഴുതി കാണിക്കും. ഇപ്പൊ ഉദാഹരണം, എന്റെ ഒരു വണ്ടി അല്ലെങ്കിൽ എന്റെ ഒരു കാർ എന്ന് പറയുന്നത് 45,000 കിലോമീറ്റർ ഓടി എന്ന് വിചാരിക്കും. 45,000 കിലോമീറ്റർ ആണ് ആ കാറ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 45,000 കിലോമീറ്റർ ആണ് മക്കളെ, അല്ലെ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 45,000 കിലോമീറ്റർ ആണ്. ഈ 45,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയോ, ഈ കാറ് കവർ ചെയ്ത വഴിയാണ്. ഈ കാറ് കവർ ചെയ്ത വഴിയാണ് ഈ 45,000 കിലോമീറ്റർ. ശരിയാണല്ലോ, അല്ലെ? ആ കാറ് ഓടിയ വഴികളിലൂടെയാണ് കാർ ഓടുന്നത്. അപ്പൊ എത്ര വഴിയാണോ അല്ലെങ്കിൽ എത്ര പാത്താണോ ആ കാറ് ഓടിത്തീർത്തത് മക്കളെ, അതാണ് 45,000. അത് തന്നെയാണ് ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു മക്കളെ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പാത്ത് കവേർഡ് ബൈ ഒബ്ജെക്ട്. ഇറ്റ് ഈസ് ദ പാത്ത് കവേർഡ് ബൈ ഒബ്ജെക്ട്. ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത വഴി കേട്ടോ, ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത സഞ്ചരിച്ച വഴി. അപ്പൊ എത്ര വഴിയാണ് ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തത്, അതാണ് ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കാണ്. എന്താണ് മക്കളെ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് എ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത പാത്തിനെയാണ് മക്കളെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത പാത്താണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ നമ്മൾ പഠിക്കണം ഡിസ്റ്റൻസിനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ പഠിക്കണമല്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മളൊക്കെ ഒന്ന് തെരഞ്ഞു പിടിച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. മക്കളെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഡിസ്റ്റൻസിന്റെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം കിട്ടി. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ് മക്കളെ? മീറ്റർ ആണ്. അപ്പൊ നമ്മൾ കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഇതൊക്കെ യൂണിറ്റുകളാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സയന്റിസ്റ്റുകൾ അംഗീകരിച്ച, ഫിസിക്സ് അംഗീകരിച്ച യൂണിറ്റ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. പക്ഷെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതൊന്നല്ല. നമ്മളിപ്പോ തൃശ്ശൂർക്കുള്ള ദൂരം 10 കിലോമീറ്റർ, അല്ലെ? തൃശ്ശൂർക്കുള്ള ദൂരം 10 കിലോമീറ്റർ, സ്കൂളിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ. അപ്പൊ നമ്മൾ സാധാരണ ലൈഫിലൊക്കെ നമ്മൾ 2 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കിലോമീറ്റർ നമ്മുടെ സയൻസുകാര് അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ സയൻസുകാർ അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് എന്താണ് മക്കളെ? മീറ്റർ. സോ ഇത് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ പോയിന്റിലൊക്കെ നിങ്ങൾ എഴുതി വെക്കണേ. ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ കണ്ടോ? നമ്മൾ ഇത്ര കണ്ട നമ്മള് വണ്ടികൾ കാണുന്നുണ്ട്, അല്ലെ? ഈ കണ്ട സൈൻ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർക്ക് ഇത്ര കിലോമീറ്റർ, അല്ലെ? എറണാകുളം ഇത്ര കിലോമീറ്റർ എന്നൊക്കെ സൈൻ ബോർഡുകൾ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കുറെ വണ്ടികളുണ്ട്. ആ വണ്ടികളിലൊക്കെ നമ്മൾ മീറ്റർ കാണുന്നുണ്ട്. ആ മീറ്ററിലൊക്കെ ആ വണ്ടിയുടെയും ദൂരം എഴുതുന്നുണ്ട് മക്കളെ. എപ്പോഴെങ്കിലും ദൂരം നെഗറ്റീവ് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർക്ക് -10 കിലോമീറ്റർ, എറണാകുളം -80 കിലോമീറ്റർ. നമ്മുടെ കാറ് ഓടിയ ദൂരം -2000 കിലോമീറ്റർ. അങ്ങനെ നെഗറ്റീവ് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡിസ്റ്റൻസിന് നെഗറ്റീവ് വരാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലെന്നല്ലേ നമ്മുടെ ആൻസർ പറഞ്ഞേ. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതാ പറഞ്ഞത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. കേട്ടാ, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ഒരിക്കലും ഡിസ്റ്റൻസ് എന്താവില്ല മക്കളെ? നെഗറ്റീവ് ആവില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ പോയിന്റുകൾ നമ്മൾ ഓരോന്നോരത്ത് പഠിച്ചു കയറുന്നുണ്ടോ മക്കളെ? അപ്പൊ ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. സോ എന്താ ഡിസ്റ്റൻസ്? പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജെക്ട്. ഒരു ഒബ്ജെക്ട് കവർ ചെയ്ത വഴിയാണ് ഡിസ്റ്റൻസ്. യൂണിറ്റ് മീറ്റർ ആണ്. അതൊരിക്കലും എന്താവില്ല മക്കളെ? നെഗറ്റീവ് ആവില്ല. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് കനോട്ട് ബി ഡിക്രീസ്ഡ്. ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും കുറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു. ആ വണ്ടി നമ്മുടെ ഷോറൂമിൽ എടുക്കുന്ന സമയത്ത് 0 കിലോമീറ്റർ ഓടിയാണ്. 0 കിലോമീറ്റർ. ആ പുത്തൻ വണ്ടി 0 കിലോമീറ്റർ ആണ് അതിന്റെ റീഡിംഗ് കണ്ടത്. നമ്മളതുകൊണ്ട് വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയപ്പോൾ അത് 10 കിലോമീറ്റർ കാണിച്ചു. അതായത് നമ്മുടെ ഷോറൂമിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം 10 വിചാരിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? 10 കിലോമീറ്റർ കാണിക്കും. ക്ലിയർ ആയില്ലേ? ഇനി ആ വീട്ടിലെത്തുമ്പോ 10 കിലോമീറ്റർ ആയി. ഇനി ആ വണ്ടി നമ്മുടെ അച്ഛനോ അമ്മയോ എടുത്തിട്ട് ഓഫീസിലേക്ക് പോകാന്ന് വിചാരിക്കുക. ഏതൊരു പണി സ്ഥലത്തേക്ക് പോവാണ്.
അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? പണിസ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പണിസ്ഥലം ഒരു 20 കിലോമീറ്റർ അകലെയാണെന്ന് വിചാരിക്കുക, വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ വണ്ടി 10 കിലോമീറ്റർ ആയിട്ടാണ്. നമ്മുടെ വണ്ടി 10 കിലോമീറ്റർ ആയി. എന്നിട്ട് എന്ത് സംഭവിച്ചു മക്കളെ? ഈ വണ്ടി എടുത്തിട്ട് അച്ഛനും അമ്മയും പണിസ്ഥലത്തേക്ക് പോകുമ്പോ എത്ര കിലോമീറ്ററോ പണിസ്ഥലത്ത് എത്തുമ്പോ 30 കിലോമീറ്ററോ. കാരണം വീട്ടിൽ നിന്ന് പണിസ്ഥലത്തേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട്, ഓൾറെഡി 10 കിലോമീറ്റർ ഓടിയുണ്ട്, അപ്പൊ 30 കിലോമീറ്ററോ. പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശ്രദ്ധിച്ചോട്ടെ മക്കളെ, പണി കഴിഞ്ഞ് വൈകുന്നേരം അച്ഛനോ അമ്മയോ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ എത്ര കിലോമീറ്റർ കാണിക്കുക വണ്ടി? 50 കിലോമീറ്റർ കാണിക്കുക അല്ലെ? വീണ്ടും ഒരു 20 കൂടി ഉണ്ടാവും. അപ്പൊ വണ്ടി വിചാരിക്കുകയാണ്, അയ്യോ തിരിച്ചു വരികയാണല്ലോ. നമ്മളിപ്പോ രാവിലെ ഓഫീസിലേക്ക് പോയി വൈകുന്നേരം ആകുമ്പോ ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയാണല്ലോ. അപ്പൊ വണ്ടി വിചാരിക്കണം, തിരിച്ചല്ല പോണേ, അപ്പൊ നമുക്ക് ബാക്കിലോട്ട് ഒന്ന് കറങ്ങാം. അപ്പോ 30 എന്നുള്ളത് ബാക്കിലോട്ട് കറങ്ങി 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 10 കിലോമീറ്റർ ആവാം വീട്ടിലേക്ക് എത്തുമ്പോ. അങ്ങനെ വിചാരിക്കുന്ന വല്ല വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മക്കളെ? 10 കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന വണ്ടി, റീഡിംഗ് എന്ന് വിചാരിക്കാം. വേണ്ട, അത് 0 എന്ന് വിചാരിച്ചു. ഇനി നമുക്കത് മാറ്റാം. 0 കിലോമീറ്റർ പുത്തൻ വണ്ടി നിങ്ങളുടെ വീട്ടിലുണ്ട്. 0 കിലോമീറ്റർ അച്ഛനെടുത്തിട്ട് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എടുത്തിട്ട് അത് ഓഫീസിലേക്ക് ഉണ്ട്. അപ്പൊ ഓഫീസിലെത്തിയപ്പോ 20 കിലോമീറ്റർ കാണിച്ചു. അപ്പൊ 0 വണ്ടി പുത്തൻ വണ്ടിയാണ്. അപ്പൊ വീട്ടിൽ 0 കിലോമീറ്റർ, ഓഫീസിലേക്ക് എത്തിയപ്പോ 20 കാണിച്ചു. തിരിച്ച് അച്ഛനോ അമ്മയോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലെത്തുമ്പോ എത്ര കാണിക്കുക മക്കളെ? 40 അല്ലേ കാണിക്കുക? 40 അല്ലേ കാണിക്കുക? അല്ലാണ്ട് 0 തന്നെ വീണ്ടും കാണിക്കും. വണ്ടി വിചാരിക്കുന്നുണ്ടാ, അയ്യോ തിരിച്ചു വരികയാണ്, ആ അച്ഛനും അമ്മയും തിരിച്ചു വരികയാണ്, അപ്പൊ നമുക്ക് ബാക്കിലോട്ട് അങ്ങോട്ട് കറങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ടോ മക്കളെ? അപ്പൊ വണ്ടിയുടെ റീഡിംഗ് എപ്പോഴെങ്കിലും ബാക്കിലേക്ക് കറങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂസ് യുവർ കോമൺ സെൻസ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫിസിക്സ് പഠിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബൈഹാർട്ട് പഠിക്കുക. ഫിസിക്സ് ഒരിക്കലും ബൈഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എപ്പോഴെങ്കിലും വണ്ടിയുടെ റീഡിംഗ് ലെവല് അവന്റെ ഓഡോമീറ്റർ ലെവല് ബാക്കിലോട്ട് തിരിയുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നമ്മൾ ഇപ്പോ എന്റെ ലൈഫിൽ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ എത്രയോട് കിലോമീറ്റർ, എത്രയോട് കുറെ കിലോമീറ്റർ ഉണ്ടാവും എന്റെ ലൈഫിൽ. ഇപ്പൊ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നിങ്ങൾ മൊത്തം കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആയിരിക്കും? നാളെ എഴുന്നിട്ട് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ കൂടുതലല്ലേ ചെയ്യാൻ, കുറയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും കുറയാൻ ചാൻസ് ഉണ്ടോ മക്കളെ? ഇല്ലല്ലോ. അത് തന്നെ പറഞ്ഞേ, ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല മക്കളെ, കുറയില്ല. ഇറ്റ് കനോട്ട് ബി ഡിക്രീസ്ഡ്, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്, ഇറ്റ് കനോട്ട് ബി ഡിക്രീസ്ഡ്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. യൂണിറ്റ് മക്കൾ എന്താണ്? മീറ്റർ ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞ എന്താണ് സ്കേലാർ മക്കളെ? ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇനി സ്കേലാർ എന്താണെന്ന് പറയാൻ പോണേ സാർ കേട്ടോ. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ സ്പെസിഫൈ പറയേണ്ട ആവശ്യം ഇല്ല. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുക സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. സ്കേലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളോട് ഒരാള് ടൈം ചോദിക്കുന്നു. മക്കളെ എല്ലാം എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി നോക്കാം. നമ്മളോട് ഒരാൾ ടൈം ചോദിക്കുന്നു, ഇപ്പോഴത്തെ സമയം എത്രയാണ്? അപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ഒരു 10 മണിയാണ്, അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 2 മണിയാണ്, 4 മണിയാണ് എന്നൊക്കെ പറയും അല്ലെ? അല്ലാണ്ട് 10 മണി വടക്കോട്ട്, 10 മണി സൗത്ത്, 10 മണി നോർത്ത് ഈസ്റ്റ്, 10 മണി സൗത്ത് വെസ്റ്റ്, അങ്ങനെ പറയാറുണ്ടോ മക്കളെ? ഇല്ല. സമയം പറയുമ്പോൾ നമ്മൾ അതിന്റെ അപ്പുറത്ത് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ബെഞ്ച്, ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം, ടേബിളിന്റെ ലെങ്ത് എത്രയാണ്? അപ്പൊ നമ്മൾ പറയും 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ വടക്കോട്ട്, 1 മീറ്റർ തെക്കോട്ട് എന്നൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പറയുന്ന സമയത്ത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടൈമിന്റെ കൂടെ ഡയറക്ഷൻ പറയാറുണ്ടോ? ഇല്ല. ലെങ്ത്തിന്റെ കൂടെ ഡയറക്ഷൻ പറയാറുണ്ടോ നമ്മള്? ഇല്ല. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ് മക്കളെ? നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയും 160 സെന്റിമീറ്റർ, 170 സെന്റിമീറ്റർ, 150 സെന്റിമീറ്റർ, 150 സെന്റിമീറ്റർ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറയണ്ട നമ്മൾ? ഇല്ല. അപ്പൊ ചില കാര്യങ്ങൾ പറയാൻ ഡയറക്ഷൻ വേണ്ട. ഫിസിക്സിലെ ചില ക്വാണ്ടിറ്റികൾക്ക്, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷന്റെ ആവശ്യം ഇല്ല. ചില ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷൻ ആവശ്യമുണ്ട് കേട്ടോ, ഉണ്ട്. അതിങ്ങനെയുള്ള ഡയറക്ഷൻ ആവശ്യമുള്ളവരുണ്ട്. അപ്പൊ ചില ക്വാണ്ടിറ്റികൾക്ക് എന്തില്ല മക്കളെ? ഡയറക്ഷൻ ആവശ്യം ഇല്ല. ഡയറക്ഷൻ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റികളെ പറഞ്ഞ പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ആവശ്യമില്ലാത്തവരെ പറഞ്ഞ പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്
physical quantities which have only magnitude, not direction, only magnitude, സംഖ്യ മാത്രമുള്ളൂ കേട്ടോ. 150 സെന്റിമീറ്റർ, 150 എന്ന് പറഞ്ഞ സംഖ്യ ഹൈറ്റ്. നിങ്ങളുടെ ടേബിളിലെ ലെങ്ത് 1 മീറ്റർ എന്ന് പറയുമ്പോൾ ആ സംഖ്യ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഇല്ല. അപ്പൊ ഡയറക്ഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഓൺലി മാഗ്നിറ്റ്യൂഡ് നോ ഡയറക്ഷൻ, അവരെ ഡയറക്ഷൻ ഇല്ലാത്തവരെ നമ്മൾ വിളിക്കാം മക്കളെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല. നമ്മുടെ കാറ് ഇത്ര കിലോമീറ്റർ ഓടി, ഡയറക്ഷൻ പറയാൻ പറ്റുമോ മക്കളെ? ആ ഓഡോമീറ്ററിന് അവിടെ ഡയറക്ഷൻ വല്ലതും പറയണ്ട, ഇല്ലേ? ഇത്ര കിലോമീറ്റർ ഓടി എന്ന് പറയണല്ലോ. അപ്പൊ ഡിസ്റ്റൻസിന് ഒരിക്കലും ഡയറക്ഷൻ ഇല്ല, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, ഡിസ്റ്റൻസ് ഒരിക്കലും കുറയില്ല. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പാത്ത് കവേർഡ് ബൈ എൻ ഒബ്ജക്ട് ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോ ഒരു ഒബ്ജക്ട് കവർ ചെയ്ത പാത്താണ് ഡിസ്റ്റൻസ്. യൂണിറ്റ് മീറ്റർ ആണ്. ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഞങ്ങളോട് പറഞ്ഞു ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നെഗറ്റീവ് ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. സീറോ വരാം, വെറുതെ ഇരിക്കുമ്പോ സീറോ വരാം. ഇറ്റ് ക്യാൻ ബി സീറോ. അത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, അവിടെ എഴുതി വെക്കാം. ഇറ്റ് ക്യാൻ ബി സീറോ വരാം അല്ലെ? വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു വെറുതെ ഇരിക്കാം, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് സീറോ വരാം. നെഗറ്റീവ് വരാൻ പറ്റില്ല, എപ്പോഴും പോസിറ്റീവ് ആണ്. കുറയാൻ പറ്റും മക്കളെ? കുറയാനും പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഡിക്രീസ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതായത് ഡയറക്ഷൻ ആവശ്യമില്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ക്ലിയർ ആയില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസിനെ കുറിച്ച്. ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏത് എക്സാം ആയാലും, അത് നിങ്ങളുടെ ബോർഡ് ആയിക്കോട്ടെ, എൻട്രൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ഇത്രയും പോയിന്റ്സ് ഡിസ്റ്റൻസിനെ കുറിച്ച് അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് എന്ത് ചെയ്യാൻ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ടിൽ എഴുതി വെക്കാം. അപ്പൊ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. മക്കളെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നമ്മുടെ അടുത്ത ഭാഗം ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. നമ്മുടെ അടുത്ത ഭാഗം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കാം. മക്കളെ നോക്കൂ, ഈ അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാനുള്ള 3 വഴികൾ ഞാൻ പരിശോധിച്ചു. പാത്ത് 1, പാത്ത് 2, പാത്ത് 3 എന്ന് പറയുന്ന 3 വഴികൾ ഞാൻ അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പരിശോധിച്ചു. പക്ഷേ ഒരു ആള് വന്ന് ചോദിക്കുകയാണ്, അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ഉള്ള വഴി ഏതാണ്? ദ മിനിമം ഡിസ്റ്റൻസ് ഉള്ള വഴി ഏതാണ്? അങ്ങനെയുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ? അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ വഴി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ ഇത് പറയും മക്കളെ, ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ അമലയിൽ നിന്ന് നിങ്ങൾക്ക് തൃശ്ശൂർക്ക് ഏറ്റവും കുറഞ്ഞ വഴിയിൽ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ഷുഡ് സെലക്ട് ദ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് സെലക്ട് ചെയ്യണം. അപ്പൊ അമല സെന്ററിൽ നിന്ന് തൃശ്ശൂർക്ക് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ മക്കളെ, ആ സ്ട്രെയിറ്റ് ലൈനേക്കാൾ ഡിസ്റ്റൻസ് കുറവുള്ള ഒരു വഴി അമലയിൽ നിന്ന് തൃശ്ശൂർക്കില്ല. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ വഴി എന്ന് പറയുന്നത് മക്കളെ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോൺ ഫ്രം 1 point to another point ആണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് അവർ നമ്മളുടെ ഏറ്റവും ചെറിയ വഴി, ഏറ്റവും ചെറിയ അകലം അല്ലെ? നിങ്ങൾ തന്നെ പറയാം, ഇപ്പൊ നടുക്കിലൊരു റോഡ് ഉണ്ടെന്ന് വരുന്ന ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, പാത്ത് 4. പാത്ത് 4 എന്ന് പറഞ്ഞ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ, അങ്ങനെ റോഡില്ല. കാരണം അങ്ങനെ റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ റോഡ് ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവരെ വീട് വരും, കുളം, അങ്ങനെയുള്ള മതില്, അങ്ങനെയുള്ള പല തടസ്സങ്ങളും വരും. അപ്പൊ ഒരിക്കലും നമുക്ക് അങ്ങനെ റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ 4ാമത്തെ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് വഴിയാ പോവുക? നിങ്ങൾ പാത്ത് 1, പാത്ത് 2, പാത്ത് 3 കൂടെ പോവാ മക്കളെ? ഇല്ല, പാത്ത് 4 പോവുക. കാരണം അത് സ്ട്രെയിറ്റാ. ഈ സ്ട്രെയിറ്റ് ആവുമ്പോൾ എന്താ പ്രത്യേകത? ഏറ്റവും മിനിമം ദൂരത അല്ലെ? അപ്പൊ അമലയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ഏറ്റവും മിനിമം ദൂരം എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ്. അതിനെ പറഞ്ഞ പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ പറയുന്നു മക്കളെ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഏത് നോട്ടാണ്? നിങ്ങൾ നോട്ട് ചെയ്യുകളോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതാണ് കേട്ടോ. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. തുടക്കത്തിലെ പോയിന്റും അവസാന പോയിന്റും തമ്മിലുള്ള അല്ലെങ്കിൽ 2 പോയിന്റ്സ് ഏതിലാവട്ടെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ 2 പോയിന്റുകൾ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. എവിടുന്ന് എവിടേക്ക് വരയ്ക്കുന്നത്? അമലയിൽ നിന്ന് തൃശ്ശൂർ. ഈ കേസിൽ കേട്ടോ അമലയിൽ നിന്ന് തൃശ്ശൂർക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ഇങ്ങനെ പറയാം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ എഴുതുന്നു പറയാം, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അല്ലെ, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഡ്രോൺ ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. സംശയമില്ലല്ലോ മക്കളെ, ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. അതായത് തുടക്കത്തിലെ പോയിന്റിൽ നിന്ന് അവസാനത്തെ പോയിന്റിലേക്ക്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ എന്താണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ്? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന്, തുടക്കത്തിലെ പോയിന്റിൽ നിന്ന് അവസാന പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവ് ഡിസ്റ്റൻസ് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവ് ഡിസ്റ്റൻസ് പോസിബിൾ ആണോ? അല്ല. ആണോ മക്കളെ? അല്ല. ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതൽ പതിവ് സാധാരണ ഡിസ്റ്റൻസ്. കാരണം വളവ് വരും. അപ്പൊ വളവുള്ള റോഡുകളൊക്കെ ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്താ ചെയ്യാ? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുകയാണ് പതിവ്. ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ എന്ത് വരില്ല മക്കളെ? കുറവ് വരില്ല. നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം, പിന്നെ എഴുതാം, നിങ്ങൾ നോക്കിയോ. യെസ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നോക്കി. ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, ഓർ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഡ്രോൺ ഫ്രം ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇസ് ദാറ്റ് ക്ലിയർ? കുഴപ്പമില്ല. യെസ്. ഇനി മക്കളെ ഇതിന്റെ പ്രത്യേകത നോക്കാം. യൂണിറ്റ് ഇരിക്കട്ടെ, നമുക്ക് ആദ്യം പറയാം മക്കളെ. യൂണിറ്റ് മീറ്റർ, യൂണിറ്റ് മീറ്റർ പറഞ്ഞു കേട്ടോ. അപ്പോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഇതൊന്നും തന്നെയാണ് മക്കളെ മീറ്റർ. സോ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോ അത് ഓക്കെ അല്ലേ? യൂണിറ്റ് മീറ്റർ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം എഴുതാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ, നോക്കിയ മക്കളെ ഇത് പോസിബിൾ ആണോ? ഈസ് ദിസ് പോസിബിൾ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറഞ്ഞിരിക്കുമോ? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ടോ മക്കളെ? ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ആണ്. ഏറ്റവും ചെറിയ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഏറ്റവും ചെറിയ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. അതിനേക്കാൾ കുറവൊരു ഡിസ്റ്റൻസ് പോസിബിൾ ആണ് മക്കളെ. അപ്പൊ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡിസ്പ്ലേസ്മെന്റ്, ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. കറക്റ്റ് അല്ലാട്ടോ മക്കളെ, തെറ്റാണ് ഇത്. ശരിക്കും എന്താ പറയാ? ഡിസ്റ്റൻസ് ആരേക്കാൾ കൂടുതലാവാം? ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാ വരാം. അല്ലെ, ഇത് ശരിയാണ്. ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാവാം. കാരണം ഡിസ്റ്റൻസ് വളഞ്ഞു പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് നേരെയാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ എന്താവും മക്കളെ? കൂടുതലാവാം, ഈക്വലുമാവാം. കൂടെ ഇപ്പൊ നേരെയുള്ള വഴിയാണെങ്കിൽ ആകെ സ്ട്രെയിറ്റ് റോഡ് മാത്രമുള്ള മക്കളെ. സ്ട്രെയിറ്റ് റോഡ് ഇവിടെ പോകുമ്പോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമായിട്ട് വരില്ല മക്കളെ. അപ്പൊ അതാ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ പോകുന്നു. വേറെ വഴികളൊന്നുമില്ല. അതാ ഈ വഴികളൊന്നുമില്ല. കേട്ടോ, ഈ വഴികളൊന്നുമില്ല. ആ ഒരൊറ്റ വഴിയാണോ സ്ട്രെയിറ്റ് ലൈൻ ദൂരം. അപ്പൊ അമലയിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നു ഈ സ്ട്രെയിറ്റ് ലൈൻ വഴി. ഡിസ്റ്റൻസ് എത്രയാ? ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാ. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ വരാം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാവാം. പക്ഷെ സാധാരണ കേസുകളിൽ ഇങ്ങനെ വഴി വളഞ്ഞു പോണ കാരണം കൊണ്ട് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടിയേ? വഴി വളഞ്ഞ കാരണം കൊണ്ടാണ് മക്കളെ. വഴി വളഞ്ഞു പോകാനുണ്ടാവും. വഴിയാണ് ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ വളഞ്ഞ വഴിയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് കൂടും. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. വഴി വളഞ്ഞാണെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും കൂടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും മക്കളെ? ഡിസ്റ്റൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. ഡിസ്റ്റൻസ് ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറവ് വരുമോ?
തെറ്റാ, കുറവ് വരില്ല. ഡിസ്റ്റൻസ് സാധാരണ രീതിയിൽ എന്താ ചെയ്യാ, ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതൽ ചെയ്യാം. എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടി നിൽക്കണ വളഞ്ഞ വഴിയാണെന്താ. ഇനി ചില അപൂർവം സന്ദർഭങ്ങളിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ വരാം. ചില അപൂർവ സന്ദർഭങ്ങളിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും തുല്യം വരാം. എപ്പോഴാ അപൂർവ സന്ദർഭം, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാ തുല്യമാണ് മക്കളെ? സ്ട്രേറ്റ് ലൈൻ റോഡ് വരുമ്പോ അല്ലേ? സ്ട്രേറ്റ് ലൈൻ വരുമ്പോ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു ബിയിലേക്ക് പോയി. എത്ര ദൂരം കവർ ചെയ്തു മക്കളെ? എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? ഇതല്ലേ ഡിസ്റ്റൻസ് കവർ ചെയ്തു. എത്ര ഡിസ്പ്ലേസ്മെന്റ്? അതും ഇത് തന്നെയല്ലേ. അപ്പൊ സ്ട്രേറ്റ് ലൈനിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. അല്ലാതെ വളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാണ്. വളഞ്ഞ് വഴി പോകുമ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലാണ്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ ഒരിക്കലും കുറവ് വരില്ല. മക്കളെ, ഒരിക്കലും കുറവ് വരില്ല. ഇതൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇതൊന്ന് നോട്ട് ചെയ്യണം. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, or it is a straight line distance from initial and final point. യൂണിറ്റ് മീറ്റർ ആണ് മക്കളെ. എപ്പോഴും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുകയോ തുല്യമോ വരാം. തുല്യം വരുന്നത്, രണ്ട് തുല്യം വരുന്നത് എപ്പോഴാണ്? സ്ട്രേറ്റ് ലൈനിൽ പോകുമ്പോഴാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നോട്ട് ചെയ്യാം, വേഗം നോട്ട് ചെയ്യാം. യെസ്. മക്കളെ, ഇനി കുറച്ച് കാര്യം പറഞ്ഞു നോക്കൂട്ടോ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പുറപ്പെട്ടു. രണ്ട് മൂന്ന് കാര്യം നമുക്ക് പറയാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടില്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഒബ്ജക്ട് ഇങ്ങനെ പുറപ്പെട്ടു. എങ്ങനെ ഒരു ഒബ്ജക്ട് ഇങ്ങനെ പുറപ്പെട്ടു, ഇങ്ങനെ വളഞ്ഞ് പോയി അവിടേക്ക് എത്തി, ഇവിടേക്ക് എത്തി ബി. അങ്ങനെ കുറെ വളഞ്ഞു പോയിട്ടാ എവിടേക്ക് എത്തി? ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അപ്പൊ ഡിസ്റ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ വഴി, കവർ ചെയ്ത വഴി. അപ്പൊ ഈ ഒബ്ജക്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളിതാ ഈ ദൂരമൊക്കെ പറഞ്ഞിരുന്ന ഈ ദൂരങ്ങളൊക്കെ ഡിസ്റ്റൻസിൽ വിടും അല്ലെ? ഇതൊക്കെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അവസാനം ബി. അപ്പൊ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചെങ്കിൽ ആ ഒബ്ജക്ട് ട്രാവൽ ചെയ്ത എല്ലാ വഴികളും എടുക്കണം ഒരു ഡിസ്റ്റൻസ് ചോദിച്ചാൽ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചതെങ്കിൽ മക്കളെ, എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഉള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ്. മക്കളെ ഇനി ശ്രദ്ധിച്ചോളൂ, ഡിസ്പ്ലേസ്മെന്റ് എവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും, ഡിസ്പ്ലേസ്മെന്റ് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യൽ പോയിന്റ് എവിടെയാ നോക്കുക, ഫൈനൽ പോയിന്റ് എവിടെയാ നോക്കുക. ഇനീഷ്യൽ പോയിന്റ് ഇപ്പൊ ഈ കേസിൽ എ ആണ്, ഫൈനൽ പോയിന്റ് ഈ കേസിൽ എന്താണ് മക്കളെ? ബി ആണ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂ. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. കേട്ടോ? അപ്പോ ഒബ്ജക്റ്റ് ഇങ്ങനെ വളഞ്ഞ് എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ. ഡിസ്റ്റൻസിന് പിടിക്കുമ്പോൾ നമുക്ക് അത് ആവശ്യം വരും, ഈ വളമൊക്കെ. ഡിസ്പ്ലേസ്മെന്റ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് എവിടെയാ നോക്കുക, ഫൈനൽ പോയിന്റ് എവിടെയാ നോക്കുക. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂ മക്കളെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഈസ് ദാറ്റ് ക്ലിയർ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മക്കളെ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആയോ? അപ്പോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഞാൻ ഡിസ്പ്ലേസ്മെന്റും ഒരു കാര്യമായിരുന്നു. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ drawn from initial to final point. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് എവിടെയാന്ന് കണ്ടുപിടിക്കുക, തുടക്കം എവിടെയാന്ന് നോക്കുക മക്കളെ. തുടക്കം എവിടെയാന്ന് നോക്കുക, ഫൈനൽ പോയിന്റ് എവിടെയാന്ന് നോക്കുക. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞു. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക മക്കളെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ പോയിന്റ് എ ആണ്,
ഫൈനൽ പോയിന്റ് ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒറ്റ ലൈൻ വരയ്ക്കുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. വളഞ്ഞിടക്കല്ലേ സാപ്പോന്ന്, നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ വളഞ്ഞു പോകണം നിങ്ങൾ എടുക്കണ്ട. വളഞ്ഞു പോണൊക്കെ എടുക്കേണ്ടി വരുന്നപ്പോഴാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോഴാണ്, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോ എങ്ങനെ മൂവ് ചെയ്തു, എവിടേക്കൊക്കെ മൂവ് ചെയ്തു ഒന്നും നോക്കണ്ട. തുടക്കം എവിടെയാ നോക്കുക, അവസാനം എവിടെയാ നോക്കുക, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ തുടക്കത്തിന്റെ അവസാനത്തേക്ക്, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ മക്കളെ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ നോക്കി ചോട്ടാ, ഇതൊന്ന് വരച്ചു വെക്കുക, പെട്ടെന്ന് നോട്ട് ചെയ്യുക, വരയ്ക്കാം. യെസ്, നോട്ട് ചെയ്തില്ലേ? ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടി സാറ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പോയിന്റ് കൂടി നമുക്ക് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരു എപ്പിസോഡോട് വേണ്ടി വരും, കാരണം ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ കുറച്ച് ലാർജ് സൈസ് വരും. അപ്പൊ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് നിർത്തും. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇതിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം അവസാനിക്കും. ക്ലിയർ? യെസ്. മക്കളെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഒബ്ജക്ട്, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ കറങ്ങി കറങ്ങി കുറെ ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് തിരിച്ച് ഏരിക്കലെത്തി. ശ്രദ്ധിച്ചോളാം, തിരിച്ചേരിക്കലെത്തി. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്രയാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഒന്ന് പറഞ്ഞു മക്കളെ, ഏതാണ് ഇനീഷ്യൽ പോയിന്റ്? ഇനീഷ്യൽ പോയിന്റ് ആരാ? അതായത് തുടക്കം. മക്കളെ, ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള പോയിന്റ്. തുടക്കത്തിലുള്ള പോയിന്റ് ആരാ? എ. കാരണം എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ആരാ? എ തന്നെയാണ്. ഫൈനൽ പോയിന്റ് ആണ് മക്കളെ. ഇത് അവസാനിച്ചത് എവിടെയാണ്? അത് പേര് വെച്ചിട്ടല്ലേ, അല്ലെ? ആ ബോഡി ഇങ്ങനെ കറങ്ങി തിരിച്ചെവിടേക്കെത്തി. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് എ ആണ്, ഫൈനൽ പോയിന്റും എ ആണ്. അപ്പൊ എന്താ പ്രത്യേകത? ഒരു ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ, അല്ലെ? റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ ഒരു ബോഡി അതിന്റെ തുടക്കത്തിലുള്ള പോയിന്റ് ഏതാണോ ആ പോയിന്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റും ഈ കേസിൽ സെയിം ആണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്ത് പറയാം? നമ്മള് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാ 0? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. കാരണം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല, കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേ പോയിന്റുകളാണ്. അത് കാരണം കൊണ്ട് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പോയിന്റ് നോട്ട് ചെയ്തോ? ഒരു ബോഡി അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വന്നാൽ when a body returns to its initial position, displacement is equal to 0. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുന്നു. സോ യുവർ ഇനീഷ്യൽ പൊസിഷൻ ഈസ് യുവർ ഹൗസ്. വീടാണ് നിങ്ങളുടെ തുടക്കത്തിലെ പോയിന്റ്. നിങ്ങൾ സ്കൂളിൽ പോയി കുറെ സ്ഥലത്ത് ഇങ്ങനെ ഓടി നടന്ന് കളിച്ച്, സ്റ്റാഫ് റൂമിൽ പോയി, ഗ്രൗണ്ടിൽ പോയി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് അവസാനം നിങ്ങൾ അവിടേക്ക് എത്തുന്നു, വീട്ടിലേക്ക് തന്നെ എത്തുന്നു. സോ നിങ്ങൾ റിട്ടേൺസ് ടു ഇനീഷ്യൽ പൊസിഷൻ. നിങ്ങളുടെ തുടക്കം എവിടെയാണോ വീടാണെങ്കിൽ നിങ്ങൾ അവസാനിക്കുന്നത് വൈകുന്നേരം വീട്ടിൽ വന്ന് ചേരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റും നിങ്ങളുടെ ഫൈനൽ പോയിന്റും സെയിം ആണ്. വാട്ട് ഈസ് യുവർ ഡിസ്പ്ലേസ്മെന്റ്? 0. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്റെ ഡിസ്പ്ലേസ്മെന്റ് 0, അമ്മയുടെ ഡിസ്പ്ലേസ്മെന്റ് 0, എല്ലാവരുടെയും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 0. വൈ? രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാള് വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്? 0. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോ ഒരു ബോഡി അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ സംഭവിക്കും മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, ഓർ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഡ്രോൺ ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. ബോഡി എങ്ങനെ വളഞ്ഞു പോയാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ. ബോഡി എങ്ങനെ വളഞ്ഞത് പോയാലും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഒറ്റ ലൈൻ വരയ്ക്കാൻ. ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്.
and its unit is meter. ബോഡി അതിന്റെ പൊസിഷനിലേക്ക് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ കുറെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. മക്കളെ ഇനിയും കുറച്ചുകൂടി പോയിന്റ് സാറ് പറയാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതുകൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയൊരു വീഡിയോ മാറുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് കാരണം നമ്മൾ അടുത്ത എപ്പിസോഡിലും അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ പകുതിയും പിന്നെ 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്തുതരാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ മനസ്സിലാവാത്തുണ്ടെങ്കിലോ എന്ത് ചെയ്യണം നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണം. അതിനാണ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കാനായിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് മക്കളെ. അപ്പോ ആ ഗ്രൂപ്പിൽ നിങ്ങൾ അഭിപ്രായം പറയാം. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോ ഇത് ഒന്നും ചെയ്യാം മക്കളെ, നോട്ട് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. അതുവരേക്കും നമുക്ക് എല്ലാവരും ഇതൊന്നും ചെയ്യാൻ കണ്ട് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ടാറ്റ.